മോദിക്ക് ഇന്നത്തെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എതിരാളിയില്ല. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഇന്ദിരാഗാന്ധിനെയാണല്ലോ നമ്മൾ മോഡിയായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധിക്ക് ശക്തമായ എതിരാളി ഉണ്ടായിരുന്നു. ഋഷിതുല്യനായിരുന്ന, ആളുകൾ വിശ്വസിക്കുമായിരുന്ന, കേട്ടാൽ വിശ്വസിക്കുന്ന, മറ്റു രാഷ്ട്രീയക്കാരോട് റെസ്പെക്റ്റ് ചെയ്തിരുന്ന ജയപ്രകാശ് നാരായണൻ, ലോഹ്യ ഇങ്ങനെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ മോഡിയെ സംബന്ധിച്ച് മോഡിയുടെ കാലഘട്ടത്തിൽ ഉള്ളത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഇപ്പം ഈ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയ്ക്ക് ഈ ജോഡോ യാത്രയ്ക്ക് ശേഷം എമേർജ് ചെയ്ത് വരുന്നുണ്ട്. NDTVയുടെ സർവേ അനുസരിച്ചിട്ട് മോഡിയുടെ ഒരു ലീഡർഷിപ്പിലുള്ള മോഡിയുടെ ഒരു ഇമേജ് 1% കുറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ 9% മറ്റോ കൂടിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ മൈൽസ് ടു ഗോ. രാഹുൽ ഗാന്ധിക്ക് മോഡിയുടെ ഒരു ഇമേജിലേക്ക് ഇനിയും ഉത്തരേന്ത്യയിലോ മറ്റു പല സ്ഥലങ്ങളിലോ എത്താൻ പറ്റിയിട്ടില്ല. അദ്ദേഹം കൂടുതൽ മെച്ചുവർ ആയിട്ടുണ്ട്. സ്റ്റിൽ ഇമ്മച്ചുവർ എന്നുള്ളൊരു ഫീല് അദ്ദേഹത്തെ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ ബേസിക്കലി പാർട്ടിയാണ്. അങ്ങേയറ്റം കേരള സ്വഭാവമുള്ള സംഘത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് മോഡി നിൽക്കുന്നത്. മോഡി ഒരു വ്യക്തിയല്ല. സംഘത്തിനെ സംബന്ധിച്ച് അവർക്ക് ഇന്ന് മോഡീനെ മാറ്റിയിട്ട് ഒരു 2 മാസം കൊണ്ട് ശിവരാജ് സിംഗ് ചൗഹാനെ മോഡിയുടെ തലത്തിലേക്ക് അവർക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ CPM അതുണ്ട്. ഇന്ന് ആ പിണറായി വിജയനെ മാറ്റി ഗോവിന്ദ മാഷ കൊണ്ടുവന്നാലും അവർക്ക് നിൽക്കാൻ പറ്റും. പക്ഷേ കോൺഗ്രസ്സിന് അങ്ങനെ സംവിധാനമില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ലീഡർഷിപ്പ് ഇപ്പം കേരളത്തിൽ പിണറായി വിജയൻ എതിരാഴി എന്ന് ചോദിക്കുന്ന പോലെ അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ മോഡിക്കെതിരെ ഇനിയൊരു ലീഡർ എമേർജ് ചെയ്ത് വരേണ്ടിയിരിക്കുന്നു. കുറച്ചുകൂടി സാധ്യത ഉണ്ടായിരുന്നത് കാരണം മോഡിയെ പോലെ അടുത്ത ജനറേഷൻ, ഈ ജനറേഷനെയും അടുത്ത ജനറേഷനെയും മുൻകൂട്ടി കണ്ടുള്ള അവരുടെ ഭാവുകത്തെ ഉൾക്കൊള്ളുന്ന ഒരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്നത് ഇദ്ദേഹമാണ്. അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയാണ്. പക്ഷേ അവരിപ്പോൾ അവിടെ അഴിമതി കേസിലേക്ക് കുടുങ്ങിയതായതുകൊണ്ട് അവർക്ക് എത്രമാത്രം ഇനി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് ആ കേസ് വളരെ സ്ട്രോങ് ആണ്. മോഡിയെ വെക്കാൻ നമുക്ക് കാരണമുള്ള മലയാളികൾക്ക്, തമിഴന്മാർക്ക്, പിന്നെ ആർക്കാണ് അങ്ങനെ നമുക്ക് ചുരുക്കം ചില ആളുകൾക്കാണ് മോഡിയെ വെറുക്കാനുള്ള ഒരു കാരണമുള്ളൂ. കാരണം എന്ന് വെച്ചാൽ കാരണം BJPയുടെ ഒരു അജണ്ട ബേസിക്കലി അവരതിൽ നിന്നൊക്കെ പിന്നെ മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ BJPയുടെ RSSൻ്റെ അജണ്ട ബേസിക്കലി അത് ന്യൂനപക്ഷ ഒരു വിരുദ്ധത അതിലുണ്ട്. കലാപങ്ങളിലെല്ലാം തന്നെ മുൻപ് നമ്മൾ അവരുടെ ഒരു സ്വാധീനം വളരെ ശക്തമായി കണ്ടതാണ്. അതിൻ്റെ ഒരു പേടി ന്യൂനപക്ഷങ്ങളിടയിലുണ്ട്. പിന്നെ അവർ മുന്നോട്ട് വെക്കുന്നത് ഒരു സനാതന നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ഹിന്ദു രാഷ്ട്രവാദമായതുകൊണ്ട് ഈ ദ്രവീഡിയൻ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു കടന്നു കയറുന്ന ചില ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ദ്രവീഡിയൻ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന പാർട്ടികൾ തന്നെയാണ് BJP ഒന്നുമല്ല സമയത്ത് അവരുടെ തൊട്ടുകൂടായ്മ മാറ്റിക്കൊടുത്തത്, അവരുടെ കൂടെ നിന്നതുമൊക്കെ. ഇപ്പം എന്തുകൊണ്ട് അവർ തള്ളിക്കളയുന്നു എന്നൊക്കെ ചോദിച്ചാൽ അതിന് വേറെ പല ആൻസറും പറയേണ്ടി. ഞാനിപ്പോൾ അതിലേക്ക് ഇൻ ഡീറ്റെയിൽ പോകുന്നില്ല. അവിടെയുള്ള അഴിമതി കഥകളും അവിടെയുള്ള കുടുംബ വാഴ്ചയും അതിൻ്റെ പ്രശ്നങ്ങളും അതായത് പിന്നെ ശ്രീലങ്കൻ തമിഴന്മാരായിട്ട് അവർക്കുള്ള ബന്ധവും അതെങ്ങനെ രാഷ്ട്ര സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്നു എന്നുള്ള കാര്യവും പിന്നെ ഈ രാജ്യത്തെ അടിസ്ഥാന സാംസ്കാരിക ധാരയെ അട്ടിമറിക്കാനുള്ള ചില ഗ്ലോബൽ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. അതിൽ അവർക്കുള്ള പങ്കിനെ പറ്റി നമുക്ക് ധാരണയുണ്ട്. പക്ഷേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പറയാനുള്ള വേദിയല്ല ഇപ്പം. പിന്നെ അതിപ്പം ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ കൊണ്ട് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രപരമായിട്ടുള്ള ഒരു പേടി ഉണ്ട്. ബാക്കി ഉത്തരേന്ത്യയെ സംബന്ധിച്ച് ഒരു സാധാരണ ഹിന്ദു, ഇന്ത്യ ഇവിടെ 80% അല്ലെങ്കിൽ 75% ഹിന്ദുക്കളാണല്ലോ. ആ 75% ഹിന്ദുക്കളിൽ ഒരു ഉത്തരേന്ത്യയിലുള്ള ഒരു നല്ലൊരു പങ്ക് 50% കൂടുതലെങ്കിലും അവരെന്തിന് മോഡിയെ അല്ലെങ്കിൽ BJPയെ തള്ളി പറയണം? കാരണം എന്ന് വെച്ചാൽ ഈ മുസ്ലിംസിനോ അല്ലെങ്കിൽ ദ്രവീഡിയൻസിനോ ഉള്ള പ്രശ്നം അവർക്കില്ല. അവർക്ക് അങ്ങനെ ഒരു പേടിയില്ല, അങ്ങനെ അനുഭവമില്ല. രണ്ടാമത്തെ കാര്യം എന്താണ്, അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷേ ഇന്ദിരാഗാന്ധിക്ക് ശേഷം അവരുടെ ജീവിതത്തിലെ ടച്ച് ചെയ്യുന്ന മാറ്റങ്ങൾ, അവർക്ക് വീട് കൊടുക്കുന്നു, അവർക്ക് റോഡുകൾ വരുന്നു, ശുദ്ധജലം കിട്ടുന്നു, പ്രധാനമായി ടോയ്ലറ്റുകൾ ഉണ്ടാവുന്നു, ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് അനുഭവമാണ്. അതൊക്കെ മോഡി പ്രൊവൈഡ് ചെയ്യുന്നു. മാത്രമല്ല ആ രീതി മോഡി വന്നതിന് ശേഷം വലിയ കലാപങ്ങളൊന്നും ഇപ്പോൾ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഗുജറാത്ത് കലാപം, അതായത് മുഖ്യമന്ത്രി ചെയ്യുന്ന സമയത്തുണ്ടായ ഗുജറാത്ത് കലാപം പോലെ കലാപങ്ങളില്ല. ഈ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾക്ക് പുറത്തും രാജ്യത്തിൻ്റെ ഒരു യശസ്സ് വർദ്ധിക്കുന്നു. അതിന് ഗ്രാജുവലായി വന്ന ചേഞ്ചാണ്. ജവഹർലാൽ നെഹ്റു തൊട്ട് മോഡി വരെയുള്ളവർ നടത്തിയ ഇടപെടലിൻ്റെ ചേഞ്ചാണ്. അത് ഏറ്റവും നല്ല ഘട്ടത്തിൽ അതിപ്പോൾ എത്തി നിൽക്കുന്നു. രണ്ടാമത്തേന് നമ്മളെ ശത്രുക്കളെല്ലാം നമ്മൾ ഗ്ലോബലി വേട്ടയാടുന്നു. അത് രാജ്യസേനയെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുള്ള കാര്യമാണ്. അപ്പം ഇത്രയും കാലം നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളെ ഇമേജ് ഇൻ്റർനാഷണൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ തിരിച്ചടങ്ങിയിരിക്കുന്നു. രാജ്യസ്നേഹി എന്ന ക്ലീശയായി പോകും. ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ എനിക്കൊരു അഭിമാനമുള്ള കാര്യം. അടിച്ചാൽ നമ്മൾ തിരിച്ചടിക്കണം നമ്മുടെ രാജ്യത്തെ. അത് ആ രീതിയിൽ തന്നെ നമ്മൾ തിരിച്ചടിക്കുന്നുണ്ട്. അതൊക്കെ ഒരു നമുക്ക് പുതുമയാണ്. മുമ്പ് രാജീവ് ഗാന്ധിയാണ് ഇങ്ങനെ ഒരു ഹോട്ട് പെർസ്യൂട്ടൊക്കെ ചെയ്തിരുന്നത്. പിന്നെ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ അതിന് പിന്നോട്ട് പോയി, തിരിച്ചടി അവർ കുറച്ചു. പക്ഷേ ഇപ്പോൾ മോഡി ശക്തമായ തിരിച്ചടി കൊടുക്കുന്നു. പിന്നെ NRIs, നമ്മുടെ രാജ്യത്ത് ഒരുപാട് NRIs ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആത്മാഭിമാനം ഉയർത്തുന്ന രീതിയിലുള്ള ഇടപെടൽ ഇൻ്റർനാഷണൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി ചെയ്യുന്നത്, മോഡി ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഈ കാരണങ്ങളെല്ലാം കൊണ്ട്, അതായത് സാധാരണ ടോയ്ലറ്റ് ഇല്ലാത്ത സാധാരണക്കാരൻ തൊട്ടിട്ട് NRI എന്നുള്ള പൈസക്കാരൻ വരെയുള്ള ആളുകളെ, അദാനി പോലെയുള്ള ഇന്ത്യൻ വ്യവസായികളെല്ലാം പ്രൊമോട്ട് ചെയ്യുമ്പോൾ രാജ്യത്ത് ഒരു മുന്നോട്ട് പോകുന്ന അവസ്ഥാവിശേഷം നമ്മൾ കാണുന്നില്ല. രാജ്യം പല മേഖലകളും രാജ്യത്തിലേക്ക് കയറി വരുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോൾ വൈ ഷുഡ് യു വോട്ട് എഗെയിൻസ്റ്റ് മോഡി? അല്ലെങ്കിൽ മോഡിയെക്കാട്ടും നല്ലൊരു ഓൾട്ടർനേറ്റീവ് വെക്കാൻ പറ്റണം. പക്ഷേ നമ്മുടെ മുന്നിലുള്ള മോഡി എന്നുള്ള ഒരു ഫെരാരി അല്ലെങ്കിൽ ഇന്നോവ ക്രിസ്റ്റയ്ക്ക് പകരമായി നമ്മുടെ മുന്നിലുള്ള കോൺഗ്രസ് എന്നുള്ള പോയ അംബാസഡറാണ്. അല്ലെങ്കിൽ അംബാസഡർ മാറ്റി അവരൊരു ക്രിസ്റ്റയുടെയൊക്കെ റേഞ്ചിലുള്ള ഒരു വണ്ടിയായി വരട്ടെ. അപ്പോൾ ഒരു പക്ഷേ ഉത്തരേന്ത്യക്കാർ മാറ്റി ചിന്തിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല വൈ ഷുഡ് വി ഗോ അഗൈൻസ്റ്റ് ഹിം.
വി എന്ന് ഞാൻ പറയുന്നത് ഉത്തരേന്ത്യക്കാർ ഡെസിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. ആദ്യത്തെ കോൺഗ്രസിന് അടി കിട്ടിയത് അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷമാണ്. പക്ഷേ അന്ന് കോൺഗ്രസ് സംഘടനാപരമായി ശക്തമായിരുന്നു, സേവാദളിൽ ശക്തമായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ കൾട്ട് ഉണ്ടായിരുന്നു. കോൺഗ്രസിനെതിരെ ശക്തമായൊരു പ്രതിപക്ഷം പോലും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല നമ്മൾ കണ്ടു ആ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രശ്നം, കോൺഗ്രസ് വലിയ മെജോറിറ്റിയോട് കൂടി പ്രതിപക്ഷ കക്ഷികൾ അധികാരത്തിൽ വന്നിട്ട് പോലും അവർക്ക് 5 വർഷം തുടർച്ചയായി ഭരിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഇന്ദിരാഗാന്ധി ശക്തിയായി തിരിച്ചു വന്നു. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നു. സത്യത്തിൽ കോൺഗ്രസിൻ്റെ ശിഥിലീകരണം തുടങ്ങുന്നത് ആ ഒരു ഘട്ടത്തിലാണ്. പല പ്രാദേശികമായ നേതാക്കന്മാരെ കെ കരുണാകരൻ ഉൾപ്പെടെയുള്ള ആളുകളെ രാജീവ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു പക്വത ഇല്ലായ്മ കൊണ്ട് അദ്ദേഹം അമ്മയുടെ കൂടെയും അതുപോലെ തന്നെ അനിയൻ്റെ കൂടെയൊക്കെ നടന്ന ആളുകളൊന്നും ശരിയില്ല എന്നുള്ള ഫീൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു തോന്നുന്നു. അവരെ ഓരോരുത്തരെയും മാറ്റി പുതിയ ലീഡർഷിപ്പ് കൊണ്ടുവരാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഇവിടെ ആന്റണിയെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. മാധവ് സിംഗ് സോളങ്കിയെ മാറ്റി. ആന്ധ്രാപ്രദേശിൽ ഇത് നമ്മൾ കണ്ടു. അങ്ങനെയാണ് തെലുങ്കുദേശം പാർട്ടി ഉണ്ടായത്. അപ്പം അന്ന് തൊട്ട് സത്യത്തിൽ കോൺഗ്രസ്സിൽ വിവിധ സ്ഥലങ്ങളിൽ ഗ്രൂപ്പുകൾ ശക്തിയാക്കുകയും കോൺഗ്രസ് പതുക്കെ അദ്ദേഹത്തിൻ്റെ തന്നെ പക്വമല്ലാത്ത തീരുമാനങ്ങൾ, അയോധ്യയിൽ ശിലാന്യാസം അനുവദിച്ചത്, അതുപോലെ തന്നെ ഷബാനു കേസിൽ മുസ്ലിംസിൻ്റെ ഇടയിലുള്ള മതമൗലികവാദികൾക്ക് അനുകൂലമായിട്ട് അദ്ദേഹം നിയമനിർമ്മാണം നടത്തിയത്, അങ്ങനെ അദ്ദേഹം നടത്തിയ അപക്വമായ ശ്രീലങ്കയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, ഇതെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുകയും കോൺഗ്രസിൻ്റെ വിശ്വാസം നശിപ്പിക്കുകയും കോൺഗ്രസിൻ്റെ ഇൻറ്റേർണലായി തകർക്കുന്ന ഉൾപാർട്ടി പ്രശ്നങ്ങൾ രൂക്ഷമാക്കുകയും ചെയ്തു. ഇപ്പോൾ ആന്റണി കരുണാകരൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമായത് അദ്ദേഹത്തിന് ശേഷമാണ്. കരുണാകരൻ അവസാനം പാർട്ടി വിട്ടു പോകാൻ തന്നെ കാരണമായത് അതിൻ്റെ തുടർച്ചയാണ്. അങ്ങനെയാണ് കേരളത്തിൽ ഇന്നത്തെ കാണുന്ന രീതിയിൽ കോൺഗ്രസ് ദുർബലമായി തീർന്നത്. സേവാദൾ എന്നൊക്കെ അപ്പോൾ പേരിനല്ലേ ഉള്ളൂ, അന്ന് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞിട്ട് 2014 എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, വാജ്പേയിയുടെ അണ്ടറിൽ നവ ഉദാരവൽക്കരണം നന്നായി നടപ്പിലാക്കിയ സമയത്ത് പെട്ടെന്ന് തന്നെ ഒരുപാട് മാനുഫാക്ചറിങ് മേഖലയുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വല്ലതും പൂട്ടിപ്പോയി. മാത്രമല്ല കർഷക ആത്മഹത്യകൾ കൂടി. കാരണം നമ്മുടെ മാർക്കറ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് തുറന്നു കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ടായി. പിന്നെ ഇതിൻ്റെ കൂടെ ഗുജറാത്ത് കലാപം കൂടി വന്നപ്പം അന്നത്തെ BJP ഗവൺമെൻറ് എതിരെ ഒരു ജനരോഷം ഉണ്ടായി. അതാണ് സത്യത്തിൽ കോൺഗ്രസിന് അനുകൂലമല്ലെങ്കിൽ പോലും പ്രതിപക്ഷത്തിന് അനുകൂലമായ വിധി വരിക. അതിൻ്റെ ഒരു ഗുണഭോക്താക്കളായി കോൺഗ്രസ് മാറുകയായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ദൈവം കോൺഗ്രസിന് കൊടുത്ത നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, ഇപ്പം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ വഴി അങ്ങനെയുള്ള ചില ബില്ലുകൾ കൊണ്ടുവന്നു. ആ ഒരു ചാൻസ് ഉപയോഗപ്പെടുത്താൻ അവർ നോക്കിയെങ്കിൽ പോലും ഇന്ന് BJPക്കെതിരെ വലിയ കുറ്റം പറയുന്ന ഈ DMK പോലുള്ള പാർട്ടികൾ അഴിമതി നടത്തി, ഈ മാത്രമല്ല ബോംബെയിൽ ഭീകരാക്രമണം ഉണ്ടായി, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഇതിന് മൂലം ഈ ഒരു UPA സെക്കൻഡിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. സത്യത്തിൽ അതോടുകൂടി കോൺഗ്രസിൻ്റെ നില എന്താണ് പറയുക, ഓൾറെഡി പതുക്കെ ഡെസിമേറ്റ് ചെയ്യാൻ തുടങ്ങിയ കോൺഗ്രസ് ഏതാണ്ട് പൂർണ്ണമായി ഡെസിമേറ്റ് ചെയ്യുന്ന അവസ്ഥയെത്തി. എങ്കിലും കഴിഞ്ഞ 2019 ലോക്സഭാ ഇലക്ഷന് മുമ്പുള്ള ഈ മധ്യപ്രദേശിലൊക്കെ നടന്ന ഇലക്ഷനിൽ കോൺഗ്രസ് ശക്തമായ പ്രകടനം കാഴ്ചവെച്ചിരുന്നു. പക്ഷേ അവിടെയും BJPക്കാർ എവിടെയാണ് കോൺഗ്രസിൻ്റെ ശക്തി, എവിടെയാണ് തങ്ങളുടെ ദൗർബല്യം എന്ന് മനസ്സിലാക്കി ആദിവാസി മേഖല പോലുള്ള മേഖലകൾ അവർ അഡ്രസ്സ് ചെയ്യുകയും അവിടെ നിന്ന് എല്ലാമുള്ള കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് അവർ ചോദ്യം ചെയ്തു. അപ്പോൾ നമ്മളിപ്പം കാണുന്നതെന്ന് വെച്ചാൽ പതുക്കെ ഡെസിമേറ്റ് ചെയ്യുന്ന കോൺഗ്രസ്സാണ്. അതായത് കോൺഗ്രസ്സിൽ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ CPMൻ്റെ ഏറ്റവും നല്ല അവസ്ഥയിലുള്ള CPM ആണ്. CPMൻ്റെ ഏറ്റവും നല്ല അവസ്ഥ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ 2004 അതായത് ഏതാണ്ട് 40 കൂടുതൽ ലോക്സഭാ സീറ്റുകൾ 3 സംസ്ഥാനങ്ങളും അവരുടെ കയ്യിലുണ്ട്. കോൺഗ്രസിന് സ്ഥിതി അങ്ങനെയാണ്. 40 ലോക്സഭാ സീറ്റുണ്ട്, അതുപോലെ തന്നെ 3 സംസ്ഥാനങ്ങൾ കയ്യിലുണ്ട്. ഇനി അങ്ങോട്ട് കോൺഗ്രസ് വളരണമെങ്കിൽ ഒരു പാരഡൈം ഷിഫ്റ്റോ, അടിമുടി കോൺഗ്രസിനൊരു ഈ പറഞ്ഞ പെട്ടിയിടപ്പുകാരെയും ഈ വൈറ്റ് ആൻഡ് വൈറ്റ് കഥവും തേച്ച് നടക്കുന്ന ആളുകൾക്കിടയിൽ ഇറങ്ങിയിട്ടില്ലാത്ത നേതാക്കന്മാരെ മാറ്റി ഒരു ആം ആദ്മി ടൈപ്പ് രാഷ്ട്രീയം കൊണ്ടുവന്നാൽ മാത്രമേ, അതായത് മൊത്തം സ്വയം മാറ്റി മറിക്കാൻ അവർക്ക് പറ്റിയാൽ മാത്രമാണ് അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഒരു ക്ലീഷേ എടുത്ത് പറയുകയാണ്, അംബാസഡർ കാറാണ് കോൺഗ്രസ്. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ BJP ലംബോഹിനി, ഇവിടെ CPM ആണെങ്കിൽ ഫരാരിയൊക്കെയാണ്. അവിടെ ഒരു പുതിയ രീതി റീവാമ്പ് ചെയ്ത് ഒരു പുതിയ അംബാസഡർ, അതായത് മെസരട്ടിയുടെ സ്വഭാവമുള്ള ഒരു അംബാസഡറായി വന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇന്ത്യ മുന്നണിക്ക് ഇനിയും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നത് പ്രസക്തിയില്ല. അതെപ്പോഴാണ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിട്ടുള്ളത്? അതെല്ലാം കൂടി ഈ അവിയൽ, നമ്മൾ നാട്ടിൽ അവിയൽ ഇല്ലേ, അപ്പോൾ അവിയൽ ഇങ്ങനെ ഓരോരോ ഇല്ലേ ക്യാരറ്റൊക്കെ ഇങ്ങനെ എടുത്തെങ്കില്ലേ, അതുപോലുള്ള മുന്നണിയാണ്. CPM ഒക്കെ എന്തെങ്കിലും ആക്റ്റീവായി തന്നെ പാർട്ടായിരുന്നു. അവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഈ പറയുന്ന പോലെ പല ആശയങ്ങളുള്ള ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം, അതായത് BJPയെ മോഡി അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയതാണ്. ഇവർ തമ്മിൽ പരസ്പരം കണ്ടുകൂടെ, ഇവർ പരസ്പരം ഫൈറ്റ് ചെയ്ത ആളുകളാണ്. മാത്രമല്ല BJP ഇത്ര വലിയ ശത്രുക്കളാണെങ്കിൽ ഇവർ പലരും മുമ്പ് BJPയുടെ സഖ്യത്തിലുണ്ടായിരുന്നതാണ്. അപ്പോൾ പറയുന്നതിൽ ഒരു റെലവൻസ് ഒന്നുമില്ല. അപ്പോൾ ബേസിക്കലി
അവർ ആ ഒരു വികാരത്തിൻ്റെ പുറത്ത് അവരുടെ ഒരു നിലനിൽപ്പിന് തന്നെ ബി ജെ പി അപകടകരമാകും എന്നുള്ള ഫീലിലാണ് അവർ കോൺഗ്രസിനോട് നിന്നത്. അപ്പോൾ കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ രാഷ്ട്രീയ പാർട്ടി, രണ്ടാമത്തെ ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ അവർക്ക് കോൺഗ്രസ്സിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് ഭയങ്കര കോൺഗ്രസ് നെഗറ്റീവ് ആയതോടുകൂടി ആദ്യം നല്ല തന്നെ മനസ്സോടുകൂടിയാണ് കോൺഗ്രസ്സിന് കൂടെ നിന്നത്. അപ്പോൾ ഇനി അവർ ഈ കോൺഗ്രസ്സിൽ ആ രീതിയിലെ വിശ്വാസം നിലനിർത്തുമെന്നായത് വളരെ സംശയമാണ്. അങ്ങനെ ആദ്യമേ അതൊരു പോസിബിൾ അല്ലാത്ത ഒരു അവിയൽ സഖ്യമായിരുന്നു. അതിൻ്റെ സ്ഥിതി കൂടുതൽ ദുർബലമായി തീരാനാണ് സാധ്യത.